ഹായ് എവ്രി വൺ, എല്ലാവർക്കും മാത്സിൻ്റെ ഒരു പുതിയ വീഡിയോ ക്ലാസ്സിലേക്ക് വെൽക്കം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 5ാം ക്ലാസ്സുകാരുടെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 53,427 is a 5-digit number made without repeating its digit. 53,427 എന്ന് പറയുന്ന ഈ സംഖ്യ ഒരു അഞ്ചക്ക സംഖ്യയാണ്. അതിൽ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യുന്നില്ല, വിത്തൗട്ട് റിപ്പീറ്റിംഗ് ഇറ്റ്സ് ഡിജിറ്റ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഈസ് ദി സ്മോളസ്റ്റ് 5-digit നമ്പർ ദാറ്റ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദി എബവ് ഡിജിറ്റ്. മുകളിൽ കൊടുത്തിട്ടുള്ള എല്ലാ ഡിജിറ്റും ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ ഏതാണെന്നാണ് ചോദ്യം. അപ്പൊ ചെറുത് ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ചെറുത്? 2, 3, 4, 5, 7 ഇതാണ് തൊട്ട് മുകളിൽ കൊടുത്ത ആ ഡിജിറ്റ് എല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ, സ്മോളസ്റ്റ് 5-digit നമ്പർ. അപ്പൊ ചെറുതെന്ന് വലുതിലേക്ക് എഴുതി. ഓക്കെ, എങ്ങനെ റീഡ് ചെയ്ത്? 23,457 23,457. B question, what is the digit in the ones place of the largest 5-digit number made using these digit? മുകളിൽ കൊടുത്ത അതേ സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ലാർജസ്റ്റ് 5-digit നമ്പർ, ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയിലെ വൺസ് പ്ലേസിൽ കാണുന്ന സംഖ്യ ഇത്. അപ്പൊ കുട്ടി എന്ത് ചെയ്യണം? ആദ്യം ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയ ലാർജസ്റ്റ് 5-digit നമ്പർ എഴുതണം. നമുക്ക് എഴുതി നോക്കാം. ലാർജസ്റ്റ് 5-digit നമ്പർ എന്ന് പറഞ്ഞാല് ഇതാണ് ലാർജസ്റ്റ് 5-digit നമ്പർ. ഇതിന്റെ വൺസ് പ്ലേസിൽ കാണുന്ന സംഖ്യ ഏതാണ്? വൺസ് പ്ലേസിൽ കാണുന്ന ഏതാണ്? 2 ആണ്. 2 ഈസ് ഇൻ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിൽ കാണുന്ന സംഖ്യ ഏതാണ്? നമ്മുടെ 2 ആണ്. ഓക്കെ, അപ്പൊ ഇത് നല്ല ചോദ്യമാണ്. വലുതെന്ന് ചെറുതിലേക്ക് എഴുതി, ലാർജസ്റ്റ് 5-digit നമ്പർ എഴുതി. ലാർജസ്റ്റ് 5-digit നമ്പറിന്റെ വൺസ് പ്ലേസിൽ കാണുന്ന സംഖ്യ കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇതിന് പകരം വൺസ് പ്ലേസ് ചോദിക്കാം, ടെൻസ് ചോദിക്കാം, 100 ചോദിക്കാം. ഇപ്പൊ ഇതിൽ ടെൻസ് പ്ലേസിലുള്ളത് 30 ആണ്, 3 ആണ്. ദെൻ ഹൺഡ്രഡ്സ് പ്ലേസിലുള്ളത് 4 ആണ്, തൗസൻഡ്സിൽ 5 ആണ്, 10,000s 7 ആണ്. അപ്പൊ പ്ലേസ് വാല്യൂ ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. Which is the correct statement about the difference between the largest and smallest 5-digit number that can be made using all these digits? മുകളിൽ കൊടുത്ത ഈ സംഖ്യകൾ ഉപയോഗിച്ചുണ്ടാക്കുന്ന ലാർജസ്റ്റ് 5-digit നമ്പറും സ്മോളസ്റ്റ് 5-digit നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് കാണാൻ പറഞ്ഞു. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ചെയ്യലാണ് അല്ലെ, വലുത് ചെറുത് കുറയ്ക്കലാണ്. ആ നമ്പറിനെ കുറിച്ച് താഴെ കൊടുത്ത ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ കുറച്ചൊരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. അതായത് കുട്ടി എന്ത് ചെയ്യണം? കുട്ടിക്ക് ലാർജസ്റ്റ് നമ്പർ അറിയണം, സ്മോളസ്റ്റ് നമ്പർ അറിയണം, അവർ തമ്മിലുള്ള ഡിഫറൻസ് കാണണം എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ മൈനസ് ചെയ്യണം എന്നുള്ളത് കുട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഉത്തരത്തിനെ കുറിച്ചുള്ള ഈ 4 പോയിന്റ്സിൽ ഏത് പോയിന്റ് ആണ് കറക്റ്റ് എന്ന് മനസ്സിലാക്കാം. സോ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഞാൻ മൈനസ് ചെയ്യുന്ന സ്റ്റെപ്പ് ഒന്നും പറയുന്നില്ല, നിങ്ങൾ എന്ത് ചെയ്യാം? അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ. ഇതാണ് ആൻസർ കിട്ടുക, 51,975. ഇനി ഈ കിട്ടിയ നമ്പറിനല്ല മാർക്കുള്ളത്, ഈ കിട്ടിയ നമ്പറിനെ കുറിച്ച് ഈ പറയുന്ന പോയിന്റ്സിൽ ഏതാണ് കറക്റ്റ് വെച്ച് നോക്കിയേ. വിച്ച് ഈസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? ഈ കൊടുത്ത 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? എന്തിനെ കുറിച്ച്? ഡിഫറൻസ് ബിറ്റ്വീൻ ലാർജസ്റ്റ് ആൻഡ് സ്മോളസ്റ്റ്. ലാർജസ്റ്റിനെയും സ്മോളസ്റ്റിനെയും തമ്മിൽ കണ്ട ആ ഡിഫറൻസ് ഉണ്ടല്ലോ, വ്യത്യാസം, ആ ഉത്തരത്തിനെ കുറിച്ച് 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മോർ ദാൻ 50,000 ശരിയാണോ? ഈ സംഖ്യ എന്ന് പറയുന്നത് 50,000-നേക്കാളും കൂടുതലാണോ? ആണ്. ലെസ് ദാൻ 50,000 50,000 താഴെയാണത്? അല്ല. 7 ഈസ് ഇൻ ദി വൺസ് പ്ലേസ്. ഒറ്റയുടെ സ്ഥാനത്ത് സംഖ്യ 7 ആണോ? അല്ല, 5 ആണ്. അതും തെറ്റ്. ബിറ്റ്വീൻ 60,000 ആൻഡ് 70,000 60,000-ന്റെയും 70,000-ന്റെയും ഇടയിലാണ് ഈ സംഖ്യ എന്ന്? അതും അല്ല. ഈ സംഖ്യ എന്തിൻ്റെയൊക്കെ ഇടയ്ക്കാണ് വരുന്നത്? 50,000-ന്റെയും 60,000-ന്റെയും ഇടയിലാണ് 51,000 അല്ലെ. 50,000-ന്റെയും 60,000-ന്റെയും ഇടയിലാണ് 51,975 51,975. ഓക്കെ,
ഇത്തരത്തിലുള്ള നല്ല നല്ല ചോദ്യങ്ങൾ വരും. അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ 2ഉം 3ഉം തവണ ഒക്കെ വായിച്ചു നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. D question. Write a 5-digit palindromic number using 5, 3, 4. 5, 3, 4 എന്നീ സംഖ്യകൾ ഉപയോഗിച്ച് ഒരു 5 അക്ക ഇരുവഴി സംഖ്യകൾ എഴുതാൻ. മലയാളം മീഡിയം ഉണ്ടായിരിക്കും അല്ലെ. 5 അക്ക ഇരുവഴി സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാലിൻഡ്രോമിക് നമ്പർ. എന്താ പാലിൻഡ്രോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ? അതെ, മുന്നോട്ടേക്ക് വായിച്ചാലും ബാക്കോട്ട് വായിച്ചാലും ഒരേപോലെ ഉണ്ടായിരിക്കണം. ആ നമ്പേഴ്സ് ആണ് പാലിൻഡ്രോമിക് നമ്പർ. ഫോർ എക്സാമ്പിൾ ഇതൊരു പാലിൻഡ്രോമിക് നമ്പർ ആണ്. ഇവിടുന്ന് വായിക്കുമ്പോഴും 1 3 1 3 1, ഇവിടുന്ന് വായിക്കുമ്പോൾ 1 3 1 3 1 അല്ലേ. രണ്ട് ഭാഗത്തുനിന്ന് വായിക്കുമ്പോഴും ഒരേപോലെ സംഖ്യകളാണ് പാലിൻഡ്രോമിക് നമ്പർ. ഇവിടെ ഇഷ്ടമുള്ള പാലിൻഡ്രോമിക് നമ്പർ എഴുതാനല്ല ചോദ്യം. പകരം ഈ തന്നിരിക്കുന്ന ഏതൊക്കെ നമ്പേഴ്സ് ആണത്? 5 3 4 ഈ സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 5 അക്കമുള്ള പാലിൻഡ്രോമിക് നമ്പർ എഴുതണം. അങ്ങനെ എഴുതി ഒക്കെ നമുക്ക് കുറേ ഉണ്ട് കേട്ടോ. ഇഷ്ടം നമുക്ക് എഴുതാം. 5 5 4 4 3 ഇതൊരു പാലിൻഡ്രോമിക് നമ്പർ ആയല്ലോ അല്ലേ. 5 5 4 3 ഇത് പാലിൻഡ്രോമിക് നമ്പർ. അങ്ങോട്ട് വായിക്കുമ്പോഴും ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഒരേപോലെ ഉണ്ട്. വേറെ എക്സാമ്പിൾ എഴുതാം. 4 4 5 5 3 ഇത് പാലിൻഡ്രോമിക് നമ്പർ ആണ്. അങ്ങോട്ട് വായിക്കുമ്പോഴും ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഒരുപോലെ ഉണ്ട്. വേറെ ഒന്ന് നോക്കാം. ഇത് പാലിൻഡ്രോമിക് നമ്പർ ആണ്. ഇങ്ങനെ ഒരുപാട് പാലിൻഡ്രോമിക് നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റും. 5 അക്ക സംഖ്യ തന്നെ ആവണമെന്ന് കണ്ടീഷൻ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പാലിൻഡ്രോമിക് നമ്പർ ആണ്. അങ്ങോട്ട് വായിക്കുമ്പോഴും ഇങ്ങോട്ട് വായിക്കുമ്പോഴും ഒരുപോലെയുള്ള സംഖ്യകളാണ്. ഓക്കെ. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഇവിടെ എഴുതി വെക്കാം ആൻസർ ആയിട്ട്. ഇതൊരു പാലിൻഡ്രോമിക് നമ്പർ ആണ്. 5 ഡിജിറ്റ് പാലിൻഡ്രോമിക് നമ്പർ ആണ്. 5 അക്കം തന്നെ ഉണ്ടാവണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് 0 1 2 3? 0 1 2 3 ഈ സംഖ്യകൾ ഉപയോഗിച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് ചോദ്യം. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4 നമ്മുടെ ബുക്കിനകത്തുള്ള കാര്യം തന്നെയാണ്. 4 ഡിജിറ്റ് ആണെങ്കിൽ 4 ഡിജിറ്റുകളാണെങ്കിൽ 4 ഡിജിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ 4 ഡിജിറ്റ് ഉപയോഗിച്ച് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ എങ്ങനെ വരാം? 4 × 3 × 2 × 1 24 എന്ന ആൻസർ കിട്ടും അല്ലേ. ഇത് ഈ ക്വസ്റ്റിന്റെ ആൻസർ അല്ല ഈ പറയുന്നത്. ഇത് മൊത്തത്തിൽ പറഞ്ഞു തരാണ്. അപ്പൊ 4 സംഖ്യകളാണെങ്കിൽ 4 × 3 × 2 × 1 24 ആയിരിക്കും. 3 ഡിജിറ്റ് ആണെങ്കിലോ 3 × 2 × 1. 5 ആണെങ്കിലോ 5 × 4 × 3 × 2 × 1. അതങ്ങനെയാണ് പോവാം. ഇനി ഇതില് ഇപ്പതാ 0 1 2 3 ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള എത്ര 4 അക്ക സംഖ്യകൾ ഉണ്ട് വെച്ചാല് നമുക്ക് 24 എന്ന് പറയാം. ഒരു ട്വിസ്റ്റ് ഉണ്ട് അല്ലേ. ട്വിസ്റ്റ് എന്താണ്? 0 വന്നിട്ടുണ്ട്. അപ്പൊ നോക്കിയേ, ഇത് മൊത്തത്തിൽ 24 സംഖ്യകൾ ഉണ്ടാവും. അതിൽ ഒരു 6 എണ്ണം 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, 6 എണ്ണം 1 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, 6 എണ്ണം 2 വെച്ച് സ്റ്റാർട്ട് ചെയ്യും, ബാക്കി 6 എണ്ണം 3 വെച്ച് സ്റ്റാർട്ട് ചെയ്യും. ചുരുക്കി പറഞ്ഞാല് ഈ ഓരോ സംഖ്യകളും വെച്ചിട്ട് 6 എണ്ണം ഉണ്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ. 0 വെച്ച 6 എണ്ണം, 1 ഉപയോഗിച്ച 6 എണ്ണം, 2 ഫസ്റ്റിൽ വരുന്ന 6 എണ്ണം, 3 ഫസ്റ്റിൽ വരുന്ന 6 എണ്ണം. അതിൽ 0 സ്റ്റാർട്ടിങ്ങിൽ വരുന്ന 6 എണ്ണം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? കണക്കിൽ കൂട്ടാൻ പറ്റില്ല. 0 സ്റ്റാർട്ടിങ്ങിൽ വരുമോ? 0 സ്റ്റാർട്ടിങ്ങിൽ വരാൻ കണക്കിൽ കൂട്ടാറില്ല. അപ്പൊ 0ന്റെ 6 എണ്ണം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 24 - 6 18 ആയിരിക്കും ഇത് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റിയ 4 അക്ക സംഖ്യകളുടെ എണ്ണം. പക്ഷേ ഇവിടെ ചോദിച്ചതും അതല്ല. ചോദിച്ചത് എന്താ? 0 1 2 3 എന്നീ 4 സംഖ്യകൾ 4 ഡിജിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും? അതിൽ 100ന്റെ പ്ലേസിൽ നോക്കി, 100ന്റെ പ്ലേസിൽ 0 തന്നെ വരണം. ഫോർ എക്സാമ്പിൾ 100ന്റെ പ്ലേസിൽ 0 വന്നില്ലേ? 1s 10s 100. ഇനി ഇങ്ങനത്തെ എത്ര ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ചോദ്യം. ജസ്റ്റ് നമുക്ക് എഴുതി നോക്കാം. ഇതൊരു പെയർ, ഇത് വേറൊന്ന്. ഇതിലൊക്കെ ഈ 6 എണ്ണത്തിലും എന്താണ് 100s പ്ലേസിൽ നിൽക്കുന്നത്? 0 ആണ്. അപ്പൊ പറഞ്ഞേ, ഇത്രയും സംഖ്യകൾ ഉപയോഗിച്ച് 4 അക്ക സംഖ്യകൾ ഉണ്ടാക്കുമ്പോൾ 0 100ന്റെ സ്ഥാനത്ത് വരുന്ന 0
100ന്റെ പ്ലേസിൽ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്? ആൻസർ 6 നമ്പേഴ്സ്. ആ നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ നമ്പർ 6 നമ്പർ ഉണ്ടാക്കാൻ പറ്റും. ഈ 6 എണ്ണമായിരിക്കും എൻ്റെ ഉത്തരം. അപ്പൊ 6 എന്നുള്ള ആൻസർ വരാം കേട്ടോ. ഇങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും വരുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷിൽ ക്വസ്റ്റ്യൻ വായിച്ച അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം ഞാൻ വിചാരിക്കുന്നത്. പേടിക്കണ്ട, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ ഒരു പാറ്റേൺ കുറച്ച് വൈകിട്ടുണ്ട് കിട്ടാൻ അല്ലേ. എക്സാമിന്റെ 2-3 ദിവസം മുന്നെയാണ് പുതിയ പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ ആയി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ടെൻഷൻ ആവണ്ട. നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പരിചയപ്പെട്ട ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എക്സാമിന് വരിക. ജസ്റ്റ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ആ പാറ്റേണുകൾ, ആ ടൈപ്പുകൾ, അതിലെ കണ്ടന്റുകൾ എല്ലാം ചോദിക്കും. ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ ചോദ്യവും ചെയ്ത് പഠിക്കണം. ഓക്കെ, ബാക്കി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, താങ്ക് യു.